ഹലോ ഗൈസ്, എല്ലാം മച്ചന്മാർക്കും മൈൻക്രാഫ്റ്റ് തലപതിയുടെ ഫസ്റ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. ഏ അപ്പം നമ്മൾ ഇന്നുള്ളത് തട്ടുകട SMBയിലാണ്. ഇപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് ഒരാളുണ്ട്, ഡീപ് STR. പുള്ളിയുടെ പേരെന്താ നിൽക്കാറില്ല. അതെ, എന്നെ അറിയാം അപ്പോൾ. ഹലോ, മാമൻ സാറും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാമനാണ് കേസ് എന്നെ ഈ സെർവറിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ വന്നത് എന്തായാലും നല്ല സമയമാണ്. കാര്യം എന്താ വെച്ചാൽ രാത്രിയാണ്. അയ്യോ, ഇവിടെ വരുന്നുണ്ട്, പ്ലെയിൻസ് ഉണ്ട്. ഇവിടെ വരുന്നു, പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, പ്ലെയിൻസ് ആണ് വേണ്ടത്. എവിടെ കോഡ്സ് പറ, എവിടെ പോയി, എവിടെ ഹീറ്റ് ആവുന്നില്ല. ഇത് ബ്ലിസ് ഷെയ്ഡറാണ് ഗൈസ്. ബ്ലിസ് ഷെയ്ഡർ ഇട്ട് കാണാൻ താഴത്തെ കുട്ടികളൊക്കെ കരയുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ മാമി ഞാനും നൈബറാണ്. ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേസ്. കാരണം എൻ്റെ തൊട്ട് മുന്നിലായി ഇതുള്ളത്, മൈക്കുള്ളത്. ഓക്കെ, അപ്പം ഞാൻ അവർ കോഡ്സ് എപ്പോഴേക്കും തരുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ പോയിട്ട് കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്തിട്ട് വരാം. എടുത്ത് വെക്കണം. കമോൺ. യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ചാനലിലെ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഓൾറെഡി ഈ ചാനലിൽ കുറച്ച് സബ് ഉണ്ട്. കാരണം ഇതെൻ്റെ പഴയ വ്ളോഗ് ചാനലായിരുന്നു. പിന്നെ ഇത് ഒഴിവാക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇതിനകത്ത് എൻ്റെ ഫേസ് കാണിച്ചുള്ള വ്ളോഗ്സ് ആയിരുന്നു കേസ്. ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ട്രാവൽ, ഞാനും എൻ്റെ കസിൻ ബ്രദറും കൂടി ഓരോ സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതധികം ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. അതായത് എൻ്റെ ഗെയിം പ്ലേയിൽ അറിയുന്ന ആർക്കും അതറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ടൊക്കെ അൺലിസ്റ്റഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇത് വെറുതെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് മൈൻക്രാഫ്റ്റ് തലപതി എന്ന് അതിൻ്റെ പേരും മാറ്റി. അതിലിത് സെർവർ പ്ലേസ്, നമ്മളെ മെയിൻ ചാനലിൽ ഇടാൻ പറ്റാത്ത സെർവർ പ്ലേസൊക്കെ ഇതിലായിരിക്കും ഉണ്ടാവുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ തട്ടുകട SMB വീഡിയോസ് ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആൻഡ് നിങ്ങൾക്ക് തട്ടുകടയിൽ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇതൊരു പബ്ലിക് സെർവർ ആണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്നെ വിളിച്ചു, എന്താ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനപ്പം തന്നെ കയറാമെന്നും പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മളിത് നേരെ സ്റ്റോൺ ഏജിലോട്ട് മാറി. യെസ് സ്റ്റോൺ ഏജിലോട്ട് മാറി. ആൻഡ് ഈ വീഡിയോയിൽ വലിയ രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള സംഭവമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ വീഡിയോ ഞാൻ മിക്കവാറും PC തന്നെ ആയിരിക്കും എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒക്കെ എൻ്റെ മറ്റ് വീഡിയോസൊന്നും PC-യിലല്ല ഗീസ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് PC-യിൽ എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴും അറിയത്തില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പ്രീമിയർ അല്ല, ഞാൻ ഡാവിഞ്ചിയിലാണ് എഡിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫ്രീ. ഡാവിഞ്ചി ഫ്രീ ആണ്. പ്രീമിയർ എൻ്റെ കയ്യിലുണ്ട്. പ്രീമിയർ ഞാൻ മറ്റേ ആറ്റം ഗൈഡ് എടുത്തതുണ്ട്. പക്ഷെ പ്രീമിയറിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ഡാവിഞ്ചിയോടാണ്. കാരണം സിനിമയൊക്കെ എഡിറ്റ് ചെയ്യാൻ എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡാവിഞ്ചിയാണ്. സോ അതുകൊണ്ട് ഞാൻ ഡാവിഞ്ചി. നിനക്ക് കോഡ്സ് എത്രയാണ്? -1400 -3500. ഏടാ, അതെന്നെത്താനാടാ? അപ്പോൾ ഇങ്ങോട്ടേക്കാണോ? -3500 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകണം. ഇല്ല, ഇങ്ങോട്ടേക്ക് തന്നെ പോകണം. ഈ സൈഡ് ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോർണറിൽ പിടിച്ച് ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നൈസായിട്ട് അവരെടുത്തോട്ട് എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ചെറിയ രീതിയിൽ സെർവറിന് ലാഗ് ഉണ്ട്. ഇതൊരു അട്ടർനസ് സെർവറാണ്. അപ്പോൾ അതിൻ്റേതായുള്ള ചെറിയ ലാഗ് ഉണ്ട്. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ നേരെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് നേരെ അവരെടുത്തോട്ട് വെച്ച് പിടിക്കാം. ഹലോ ബ്രോ, ഞാനാണ് മൈൻക്രാഫ്റ്റ് തലപതി. എന്നെ കാണുമ്പോൾ എന്താ പറയുക, പറഞ്ഞോ, ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, മൈൻക്രാഫ്റ്റ് തലപതി ഈ വേൾഡിൽ വന്നിട്ട് ആദ്യം സംസാരിച്ചത് നിന്നോടാണെന്നുള്ളത്. ഓക്കെ, അവൻ തലയൊക്കെ പൊക്കി വെക്കുന്നു കണ്ട. അവനറിയാം ഞാൻ ആരാന്ന്. ഷെയ്ഡറിൻ്റെ ബഗ്ഗാണ് കേസ്, ബഗ്ഗാണ്. അപ്പോൾ വേഗം നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാം. സോ
ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. എന്താണ് ഇത്? ഗ്ലിച്ചാണ് ഗിസ്, പേടിക്കണ്ട, ഷെയ്ഡറിൻ്റെ ഗ്ലിച്ചാണ്. ഓക്കെ, അപ്പം ഞാനിത് ഓടി ഓടി കുറേ ദൂരം എത്തി. കുറേ ദൂരം എന്നല്ല, കുറച്ച് ദൂരം എത്തി. അപ്പോഴേക്ക് എനിക്ക് വിശന്നു. അപ്പോൾ പിന്നെ ഞാനിത് ഫുഡ് കുക്ക് ചെയ്യാനായിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ട പശുവും പന്നീനും ഒക്കെ പിടിച്ച് കൊന്നിട്ട് നമ്മളെന്താ പറയുക ഫുഡ് സെറ്റാക്കി. എൻ്റെ മോനെ ഞാൻ കയറിയിട്ട് നൈറ്റ് ആവാൻ പോകുന്നു. ഇവർ കയറിയിട്ട് ഏകദേശം 275 ദിവസം കേസ്, ഏകദേശം 275 ദിവസമായി ഇവർ ഈ സെർവറിൽ നിന്നിട്ട്. വാവ്, അത് ആക്യുറേറ്റ് ആണോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. എന്തിലാവട്ടെ. അപ്പോൾ അത് വരുന്ന വഴിക്ക് കുറേ കോഴീനൊക്കെ തല്ലിക്കൊന്നതിൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ രാത്രി ആക്കും. രാത്രി ആക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ കയ്യിൽ ബെഡുണ്ട്, എനിക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. 3 ഇവിടെ, പിന്നെ 3 താഴെ. അങ്ങനെ ബെഡായി. അവിടെ വെച്ചാൽ ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ എനിക്ക് അച്ചീവ്മെൻറ്റ് കിട്ടിയേ, അഡ്വാൻസ്മെൻറ്റ് കിട്ടിയേ. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ഇതിൽ കിടന്നുറങ്ങി. എൻ്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ല, എന്താണെങ്കിലും അത് തീർന്നിരിക്കുന്നു. യെസ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് കോർഡിനേറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം എന്താ പറയുക, അല്ലാതെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. ലൊക്കേറ്റർ ബാർ ഉണ്ട്, അത് നോക്കി ഇങ്ങനെ നടന്നു പോയാൽ മതി. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എന്തായാലും നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ കിട്ടി. ഇനി ഇതൊക്കെ പൊട്ടിച്ച് എൻ്റെ ഐറ്റംസൊക്കെ എടുത്തിട്ട് വേഗം ഓടിപ്പോകുന്നു. അത്രേ ഉള്ളൂ. വേഗം ജൽദി ചാടിപ്പോ, ഇങ്ങനെ സ്ലോ ആകല്ലേ. വേഗം പോയിട്ട് വേണം അവരെ കണ്ട് ഹായ് പറയാനായിട്ട്. അവർ ഡിസ്കോഡിലുണ്ടെങ്കിൽ നമുക്ക് വിളിക്കുന്നു. പക്ഷെ ഡിസ്കോഡിലുണ്ടോയെന്നറിയില്ല. ചിലപ്പോൾ ഞാൻ അവരെ സെർവറിൽ ഉണ്ടാവില്ല. അതൊക്കെ ലൂട്ട് ചെയ്ത് പോയല്ലേ. സെർവറാണല്ലോ, ഒക്കെ ലൂട്ട് ചെയ്ത് പോവും. നോക്കി നിൽക്കരുത്. അപ്പോൾ വേഗം ഓടിപ്പോവാം നമുക്ക് അവിടേക്ക്. ഗൈസ്, ഞാൻ തിരിച്ച് സ്പോണിൽ എത്തിയിട്ടുണ്ട്. എന്തോ പറയാനാ. ടി പി ആക്കണോ? വേണ്ട. ലെജിറ്റ് മതി. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ എന്താ പറയുക ഓടിപ്പോണം. ആ ബോട്ട് വെച്ചിട്ട് ആ ബോട്ടിൻ്റെ മുകളിൽ ഞാൻ കയറി നിന്നു. ഞാൻ ഇറങ്ങിയതാ, ഷിഫ്റ്റ് ആക്കി ഇറങ്ങി. അതിൽ സ്റ്റക്കായി നിന്നടാ. ആ സ്കെൽറ്റൻ എന്നെ പൂര അടിച്ചടിച്ച് എന്നെ. ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ലെജിറ്റ് എന്താന്നു. നല്ലതാ ബ്രോ. എനിക്ക് നല്ല ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. സോറി ബ്രോ, സോറി. ഇനിയിപ്പോൾ ഞാൻ അത്രയും ദൂരം തനിയെ ഓടിപ്പോണം ഗെസ്. ബ്രോ, ഒരുവിധം ഏകദേശം 2800 എത്തിയതാ. 2800, 1200 അല്ല, 1200, 2800 അങ്ങോട്ട് എത്തിയതാ. എന്നെ പരിപാടിയാണ് നോക്കണേ. എൻ്റെ ഒരവസ്ഥ. കറക്റ്റ് ആ സ്കെൽറ്റൻ്റെ മുന്നിൽ അവനാണെങ്കിൽ കത്തി ചത്തോണ്ടിരിക്കുക. അവൻ ചത്തുപോയില്ല. ഞാനതിൻ്റെ സ്റ്റക്കായി നിന്നടാ. എനിക്ക് ഇറങ്ങാൻ ഒന്നിനും പറ്റിയില്ല. ആ സമയത്ത് പോസ് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ കാണായിരുന്നു. ഇത് ഒരുമാതിരി ആയിപ്പോയി ഗൈസ്. എന്തായാലും അവിടെ ടൂൾസും സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ടാവും. അവിടെ വരെ പോകണ്ടേ, നീന്തി പോകണം. അല്ലെങ്കിൽ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് പോവാം. ബ്രോ, ഇതാണ് ഈ ഗെയിമിൻ്റെ പ്രശ്നം. ഇങ്ങനെ ജാവ പ്ലസ് ബെഡ്റോക്ക് ആക്കി കഴിഞ്ഞാലുള്ളൊരു വിഷയം ഇതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഗ്ലിച്ച് ഉണ്ടാവും, അത് രണ്ടുപേർക്കും ബാധിക്കും. ദേ വരുന്ന കുറ്റിത്തം കെട്ടാൻ. അയ്യോ, രാവിലെ ആക്കടാ കിടന്നു തുടങ്ങി. രാവിലെ ആക്കടാ. എടാ, അവൻ്റെ ഒക്കെ എൻജാൻറ്റഡ് ഐറ്റംസ് എടാ. എൻജാൻറ്റഡ് ഐറ്റംസ്. എടാ കുരുത്തം കെട്ടവനെ. അയ്യോ, വെള്ളത്തിൽ ചാടാം. ഓക്കേ, ഒരു വിധത്തിൽ ഞാനിത് അവൻ്റെ അടുത്ത് എത്താറായി. അവരെവിടെ? ഇവിടെ കുറേ ബിൽഡിംഗ് ബ്ലോക്കൊക്കെ ഇരിക്കുന്നുണ്ടാ. അതെ, ലൊക്കേറ്റർ ബാർ നോക്കി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് വഴി ഇതാണ്. അതെ, അവന്മാരിവിടെ കൃഷി ലൈഫ് കേട്ടാ. ഷുഗർ കെയിന്. അതെന്തത്? ഫാം. ഏതോ ഫാം. എവിടെ? കഥാനായകൻ എവിടെ? മാമൻ. അതെ. അവിടെ എന്തോ വർക്കിങ്ങിലാണ് കേസ്. അവിടെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് നരനെ പോലെ അവിടെ ചെല്ലും. അയ്യോ, അവിടെ കയറും ഞാനിപ്പോൾ.
എനിക്ക് കയറാൻ പറ്റുന്നില്ല, എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഹലോ, ഇവനെ അടിക്കാൻ പറ്റൂലേ? എൻ്റെ പിറകെ വാ. ഓക്കെ, ഇവനെന്ത് അടിക്കാൻ പറ്റാത്ത? ഇവനെ അടിക്കാൻ പറ്റുന്നില്ല. പറ്റൂ? എന്തോ വിളിച്ചാന്ന് തോന്നുന്നു കേസ്. വിളിച്ചടിച്ച് ഞാൻ ചാവാണ്ടിരുന്നാ മതി. ഓ ബ്രീഡർ, ചെറിയൊരു ബ്രീഡർ കേസ്. ഓ ഭയങ്കര എഫിഷ്യൻ്റ് ആണല്ലോ. ഈ ഡിസൈൻ എടുത്തേക്കണം. എവിടെ എങ്ങട്ടാ കൊണ്ടുപോകുന്നേ? ഒമ്മരിഞ്ഞ് വലിയ എന്തോ സിറ്റി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവിടേക്കാവട്ടാ ഞെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന. അതും ഈ മാറി കൊണ്ടുപോയിട്ട് തല്ലി കൊല്ലാനാണോ? അല്ല 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 അല്ല, ലാൻഡ് ഉണ്ട്. നേരത്തെ കണ്ടപ്പോൾ വെള്ളം മാത്രമേ കണ്ടുള്ളൂ. ലാൻഡ് ഉണ്ട്. അച്ഛനെ എങ്ങട്ടാണ് ഇത്? ഒരു ഇത് പറ. ഫുൾ ഡയമണ്ട് ആർമറൊക്കെ ആണ്. നമ്മൾ ഫുൾ ഡയമണ്ട് ആർമറൊക്കെ ആവും. നമ്മൾ ട്രേഡ് ചെയ്തിട്ട് മാറും. ഇതാണ് സ്ഥലം. ഓ ഇതാണ് സ്ഥലം. ഓ എൻ്റെ സ്ഥലം. നമുക്ക് അതും കൂടി ചോദിച്ചോട്ടെ. ഫോർ മീ ഇവിടെ ബേസ് വെച്ചോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരു ബെഡ് തരുമോ? ഒരു ബെഡ് തരുമോ? ബെഡ് വെച്ചപ്പോ ഡയമണ്ട് എടുത്ത് തരുന്ന. എൻ്റെ റീസ്പോൺ സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ അവിടേക്ക് തിരിച്ചെത്തും. ഇല്ലെങ്കിൽ സ്പോണിലുണ്ടാവും. പിന്നെ എനിക്ക് 2 ആർമർ ട്രിം കിട്ടി കേസ്. ഒരു വരുന്ന വഴിക്ക് ഷിപ്പറൊക്കെ കയറി ആരും ലൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് 9 ആയാണ്. പിന്നെ നഗറ്റ്സ്, പിന്നെ ലെതർ ആർമർ, അതും ഫയർ പ്രൊട്ടക്ഷൻ പ്രൊജക്റ്റ് പ്രൊട്ടക്ഷൻ 4. എൻ്റെ ആളിയ. ഓ സീൻ. അവനെങ്ങോട്ടേ പോയി? മച്ചാനേ എൻ്റെ സ്കിൻ അവന് കാണുന്നുണ്ടാവോ? ഞാൻ മുള്ളിൻ്റെ മുന്നിലാണ് കേസ് നിൽക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് കഥ. ഞാൻ നേരെ സ്പോണിൽ. പിന്നെ ഇത്രയും ദൂരം തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഭയങ്കര റിസ്ക്കാണ്. ഇതൊക്കെ റെക്കോർഡ് ആവുന്നില്ലേ? ആവുന്നുണ്ട്. പേടിയാണ്. ഇടയ്ക്കെടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടോന്ന്. ഓ നെതർ. എന്താ? അലിക്കുട്ടൻ മരണം 14/12/2025. ഓ ഏതോ പെറ്റാന്ന് തോന്നുന്നു കേസ്. കുരിശൊക്കെ ഒരു എന്താ പറയുക ക്രോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണോ? അതെ. ഓ താങ്ക് യു. സെറ്റല്ലേ? താങ്ക് യു. സെറ്റ്. ഇനി അവിടെ ചെന്നിട്ടൊരു ബിൽഡ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. സെറ്റല്ലേ? സെറ്റ്. ഓക്കെ, അപ്പം ഇനി വേഗം പോയിട്ട് ഒരു ചെറിയ ഒരു മിനി ബേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അന്നത്തെ വീട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഇപ്പം തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. എൻ്റെ അവിടെ സോംബീസൊക്കെ വന്നു തുടങ്ങി. അവന്മാരാണെങ്കിൽ അവന്മാരെ നോക്കിയിരിക്കുന്നു. ഞാൻ അവന്മാർ മുന്നേക്ക് ഓടിപ്പോകുന്നു. എൻ്റെ ഹങ്കർ കുറഞ്ഞു വരുന്നു. വിഷയമാണ്, സീനാണ്, പ്രശ്നമാണ്. എവിടെ ഇരുന്ന സ്ഥലം? ഇരുന്ന സ്ഥലം ഇതല്ല. ഇതിൻ്റെ അപ്പുറത്താ, വെള്ളത്തിലപ്പുറത്തെങ്ങാണ്ട് പോയിട്ടല്ലേ. എന്തായാലും ഞാൻ കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. റീസ്പോൺ പോയിന്റ് സെറ്റ്. അപ്പോൾ എൻ്റെ ബെഡ് ഇവിടെ വെച്ച് ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യുന്നു. ഒരു സേഫ്റ്റിക്ക് 3-4 ക്ലിക്കും കൂടി കൊടുക്കുന്നു. ഇനി എൻ്റെ ഫുഡ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പം തന്നെ ഡയമണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡയമണ്ട് ടൂൾസിലോട്ട് മാറാം. ആർമർ പിന്നെ ഞാൻ അധികം കണ്ട് കാര്യമാക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് ആർമറിന് വേണ്ടിയിട്ടല്ല, ഞാൻ ടൂൾസിലോട്ടാണ് മെയിൻലി ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വേണ്ട വുഡ് കളക്ട് ചെയ്തതിന് ശേഷം എന്താ പറയുക ടൂൾസ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഡയമണ്ട് ടൂൾസ് അല്ലേ, അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കും. ആൻഡ് യെപ്സ്
ക്രാഫ്റ്റിംഗ് ടേബിൾ. ശരി, എന്നാൽ ഞാൻ പോട്ടെ, ബൈ, നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പോൾ അവനും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെ ഇന്നത്തെ ഈ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും പോവാം. അതാണ് നല്ലത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം ടൈമായിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ലേറ്റായിപ്പോയി ഗസ് ഞാൻ സെർവർ കയറാനായിട്ട്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, മാത്രമല്ല ലേറ്റായിപ്പോയി. അധികാരം ഉണ്ടായിരുന്നില്ല സെർവറിൽ, 2 പേരുണ്ടായിരുന്നുള്ളൂ, മാമനും പിന്നെ വേറെ ഒരാളവൻ്റെ പേര് ഞാൻ മറന്നുപോയി. സോറി ബ്രോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി, ഞാൻ മറന്നുപോയി. എൻ്റെ നാവ് തുമ്പത്തുണ്ട്, പക്ഷെ എന്തോ ഡി വെച്ചിട്ടാണ്. ഡീപ്പ് എസ് ടി ആർ ഡബ്സ്റ്റർ അതന്നെയാണോ, അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബ്രോ സോറി. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ മോശമാണ് ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇനി അവസരം കിട്ടിയെന്ന് വരില്ല. ഞാൻ നാളെ വലിയ സംഭവമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഞാൻ മൈൻക്രാഫ്റ്റ് തലവരുടെ ചാനൽ പണ്ടേ സബ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അല്ലേ? അതങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതെൻ്റെ സ്ഥലമാണെന്നുള്ളതൊന്ന് ഇതാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാക്കിയേക്കാം. ഓക്കെ, അത് 2 സ്റ്റിക്ക് വേണം. മൈൻക്രാഫ്റ്റ് തലപതി ലിവിങ് ഹിയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു പെട്ടി. എന്നിട്ട് എൻ്റെ ഐറ്റംസ് ആർമർ ട്രിമ്മൊക്കെ ഞാൻ കയ്യിൽ തന്നെ വെച്ചേക്കാം. മൈൻക്രാഫ്റ്റ് തലപതി. അയ്യോ, സ്പേസ് ഇല്ലാണ്ടായിപ്പോയല്ലോ. യെസ്, അപ്പോൾ ഇതെൻ്റെ സ്ഥലമാണ് മൈൻക്രാഫ്റ്റ് തലപതി. സ്പെല്ലിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എന്നാലേ നിങ്ങൾക്ക് പറയാനായിട്ടൊരു ഇതൊക്കെ ഉണ്ടാവത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ആൻഡ് ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.